അടുത്ത പറയാൻ പോകുന്നു വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. വളരെ ശ്രദ്ധിച്ചിരുന്നോളാം. എന്താ കാര്യം? ഇവിടെ പ്രസംഗിച്ച ആള് വല്ലാത്ത തിരുമറികൾ നടത്തി. ക്ലിപ്പിൽ തിരുമറി നടത്തുക. കിതാബിലെ തിരുമറി പോട്ടെ, കിതാബിലെ തിരുമറി, ഖുർആനിൽ തിരുമറി, ഹദീസിൽ തിരുമറി, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന ക്ലിപ്പിലും തിരുമറി. നിങ്ങൾ കണ്ടോ? മുജാഹിദുകൾ പറയാണ്, മുജാഹിദുകൾ ഇതിപ്പോ നിലനിൽക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. പിശാചിന്റെ ശല്യം മൂത്തിട്ട് മുജാഹിദുകൾ ഇപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുന്നു. മുജാഹിദുകൾ പറയുന്നു, ഇനി നിങ്ങൾ ആരുടെയെങ്കിലും അടുത്തേക്ക് പോവുക, തങ്ങന്മാരുടെ അടുത്തോ ബീമാരുടെ അടുത്തോ പോകണോ എന്ന് പറയുന്നു എന്ന് ഇവിടെ പ്രസംഗിച്ച അതേ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് പറയും. നിങ്ങൾ കേട്ടു നോക്ക്. നമ്മൾ രോഗവുമായിട്ട് ഡോക്ടർക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, ഇത് ഞങ്ങൾ മാറ്റം മാറുന്ന രോഗമല്ല, നിങ്ങളെ വല്ല ആൾക്കാരുണ്ടോ അവരുടെ അടുത്ത് പോയിക്കോളി. കേട്ടിട്ടുണ്ടോ? അങ്ങനെ ആരോട് ചോദിക്കണത്? നമ്മോടല്ല, ഇടത്തനാട്ടുള്ള മുജാഹിദിനോട് ചോദിക്കാണ്. കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഈ പിശാചിൽ നിന്നുള്ള രക്ഷ, സർവ്വ ഭയങ്ങളിൽ നിന്നുള്ള രക്ഷ യഥാർത്ഥത്തിൽ ഇത്തരം മന്ത്രങ്ങളെ കൊണ്ട് സാധ്യമാകുന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഹോദരി സഹോദരന്മാരെ, അനുവദനീയമായ പ്രാർത്ഥനകളും മന്ത്രങ്ങളും അറിയാത്തത് കൊണ്ട് ഡോക്ടർമാർ പറയും, ഡോക്ടർമാരെത്തി ചെന്നാൽ പോലും പറയും, ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറുന്ന രോഗമല്ല, ഇങ്ങളെ വല്ല ആൾക്കാരുണ്ടാവും, ഇതിന്റെ ആൾക്കാർ ഓരോരുത്തർ പോയിക്കോളി എന്ന് പറയും. കേട്ടിക്കണങ്ങൾ അങ്ങനെ പറയും ഡോക്ടർമാർ. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വരെ പറയുന്നു, വലിയ ആശുപത്രിയിലത്തെ ഡോക്ടർമാര്, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വരെ പറയും, മാറില്ല, നിങ്ങളെ വല്ല ആൾക്കാരുണ്ടോ അവർക്ക് കൊണ്ടുപോയിക്കോളി, പാണക്കാട്ടിക്ക് പോയിക്കോളി. പറയുന്നാരാ ISMന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറയുന്നു, ചങ്ങന്മാരത്തേക്ക് പോകണം. നിങ്ങളിവിടെ പരിപാടി ഇവിടെ കൃത്യമായിട്ട് നടക്കുക, അത് നിങ്ങൾ കേൾക്കുക. ഇവിടെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പരിപാടി നടത്താനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, പെർമിഷനും ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ കൃത്യമായി പരിശോധിക്കും. ഇവിടെ നോക്ക്, ഇദ്ദേഹം ഇവിടെ ശ്രദ്ധിക്കും, നിങ്ങൾ സഹോദരങ്ങൾ ഇവിടെ ശ്രദ്ധിക്കും. ഇദ്ദേഹം ഇവിടെ പ്രസംഗിച്ച ആള് കൃത്യമായും തിരുമറി നടത്തിയിരിക്കുന്നു. ക്ലിപ്പിൽ കൃത്യമായി തിരുമറി നടത്തിയിരിക്കുക. എന്താ തിരുമറി നടത്തിയത്? കൃത്യമായ തിരുമറിയല്ലേ അദ്ദേഹം നടത്തിയത്. മുജാഹിദുകൾ പറയുന്നു, തങ്ങന്മാരുടെ അടുത്ത് പോയി നിങ്ങൾക്ക് ചെല്ല്, പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെല്ലൂ എന്ന് മുജാഹിദുകൾ പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്? ശരിക്കും ശരിയായ പ്രവർത്തനാണോ അത്? ശരിയായ പ്രവർത്തനാണോ? സത്യം പറയുമ്പോൾ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഹാലിളകുന്നത്? സത്യം പറയുമ്പോൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നിങ്ങൾ നോക്ക്, മുജാഹിദുകളുടെ പേരിൽ വലിയ ഒരു തിരുമറി നടത്തി, ക്ലിപ്പിൽ തിരുമറി നടത്തുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നടത്തിയ അതേ അവസ്ഥകൾ തന്നെ വീണ്ടും നടത്തുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി അടുത്ത് നിങ്ങൾ നോക്ക്. ഈ ക്ലിപ്പ് തീർന്നിട്ടില്ല. ഈ ക്ലിപ്പിന്റെ ബാക്കി ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. മുജാഹിദുകൾ എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? തങ്ങന്മാരുടെ അടുത്ത് പോകാനാണോ, ബീവിമാരുടെ അടുത്ത് പോകാനാണോ? കേട്ടു നോക്കേണ്ട ബാക്കി എന്താണെന്ന്. ക്ലിപ്പിൽ തിരുമറി നടത്തുന്ന സ്വഭാവം. അടുത്ത് നിങ്ങൾ കേട്ടു നോക്ക്, അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്. ആരിസ് ബിൻ സലീം എന്ന പണ്ഡിതൻ, മുജാഹിദ് പണ്ഡിതൻ എന്താ പറഞ്ഞത്? നിങ്ങൾ കേട്ടു നോക്ക്. സഹോദരങ്ങളെ, ഈ പിശാചിൽ നിന്നുള്ള രക്ഷ, സർവ്വ ഭയങ്ങളിൽ നിന്നുള്ള രക്ഷ യഥാർത്ഥത്തിൽ ഇത്തരം മന്ത്രങ്ങളെ കൊണ്ട് സാധ്യമാകുന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഹോദരി സഹോദരന്മാരെ, അനുവദനീയമായ പ്രാർത്ഥനകളും മന്ത്രങ്ങളും അറിയാത്തത് കൊണ്ട് ഡോക്ടർമാർ പറയും, ഡോക്ടർമാരെത്തി ചെന്നാൽ പോലും പറയും, ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറുന്ന രോഗമല്ല, ഇങ്ങളെ വല്ല ആൾക്കാരുണ്ടാവും, ഇതിന്റെ ആൾക്കാർ ഓരോരുത്തർ പോയിക്കോളി എന്ന് പറയും. കേട്ടിക്കണങ്ങൾ അങ്ങനെ പറയും ഡോക്ടർമാർ പറയും. വലിയ ആശുപത്രിയിലത്തെ ഡോക്ടർമാർ, മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടർമാർ വരെ പറയും, ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറില്ല, നിങ്ങളെ വല്ല ആൾക്കാരുടെ ഓരത്ത് പോയിക്കോളി. നമുക്ക് പോകാൻ പറ്റൂ? എന്താ നമ്മൾ കാട്ടുക? ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറില്ല, നിങ്ങളെ വല്ല ആൾക്കാരുടെ ഓരത്ത് പോയിക്കോളി. നമുക്ക് പോകാൻ പറ്റൂ? എന്താ നമ്മൾ കാട്ടുക? കണ്ടോ, നമ്മൾക്ക് പോകാൻ പറ്റുമോ? പറ്റുകയില്ല. നമ്മൾക്ക് പോകാൻ പറ്റൂല. കാരണം അള്ളാഹുവിലേക്ക് മാത്രമാണ് പോകേണ്ടത് എന്ന്, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന്, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടേണ്ടത് എന്ന് പ്രഖ്യാപിക്കുന്ന മുജാഹിദുകൾക്ക് എങ്ങനെയാണ് പോകാൻ കഴിയുക? പോകാൻ കഴിയില്ല എന്ന ആ ക്ലിപ്പിൽ തിരുമറി നടത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് ഇവിടെ പ്രസംഗിച്ച ആള് തന്നെ, ഇവിടെ പ്രസംഗിച്ച കക്കുംപടി അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, പോകാമെന്ന് മുജാഹിദുകൾ പറഞ്ഞത്. സഹോദരങ്ങളെ, കിതാബിൽ തിരുമറി നടത്തുന്നു, കളവുകൾ ജൽപ്പിക്കുന്നു. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാണാവുന്ന ക്ലിപ്പിൽ തന്നെ തിരുമറി നടത്തുന്ന സ്വഭാവം ഒരിക്കലും ഭൂഷണമല്ല സഹോദരങ്ങളെ. സത്യമായി പറയാനുള്ള ആണത്വം ഉള്ള തന്റെ ഇടമുണ്ടാകണം സഹോദരങ്ങളെ. അതാണ് ആദ്യം ആർജിച്ചെടുക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്ക്.